SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. +1 ക്ലാസുകൾ കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിജയിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നൽകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിലാണ്. 28,358 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ആലപ്പുഴ ജില്ലയിലും കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലുമാണ് കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരിക്കുന്നത്. 1893 പേർ. തിരൂരങ്ങാടി വിദ്യാഭ്യാസ മേഖലയിലെ എടരിക്കോട് PKM HSS ആണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ മറ്റൊരു സ്കൂൾ. ഗൾഫ് മേഖലയിൽ 682 പേരും ലക്ഷദ്വീപ് മേഖലയിൽ 447 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ 8 പേരും പരീക്ഷ എഴുതി. SSLC പരീക്ഷ എഴുതിയവരിൽ 2,17,696 പേർ ആൺകുട്ടികളും 2,09,325 പേർ പെൺകുട്ടികളുമാണ്. സർക്കാർ സ്കൂളുകളിൽ 1,42,298 പേർ എയ്ഡഡ് സ്കൂളുകളിലും 2,55,092 പേരും അൺഎയ്ഡഡ് സ്കൂളുകളിലുമാണ്. 29,631 പേർ പരീക്ഷ എഴുതിയതായി മന്ത്രി അറിയിച്ചു. അതേസമയം CBSE 10ാം ക്ലാസ് പരീക്ഷാ ഫലം മെയ് 20 പ്രഖ്യാപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഫെബ്രുവരി 15 ആണ് 10ഉം 12ഉം ക്ലാസ് ബോർഡ് പരീക്ഷ ആരംഭിച്ചത്. ഈ വർഷം 24.12 ലക്ഷം വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്.